തൃശൂർ പൂരം കലക്കലിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് കേന്ദ്രം അഭിപ്രായം തേടിയിരിക്കുന്നു എന്നതാണ്. കേന്ദ്ര നിയമ മന്ത്രാലയമാണ് സംസ്ഥാന സർക്കാരിനോട് മറുപടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പൂരം കലക്കലിൽ സംസ്ഥാന സർക്കാരിന്റെ ത്രിതല അന്വേഷണം ഇഴയുന്നതായുള്ള ആരോപണം ഇതിനിടയിൽ ഉയർന്നിരുന്നു. ആനന്ദ് പുതൂർ വിവരങ്ങളുമായി ചേരുന്നു. ആനന്ദ, വിശദാംശങ്ങൾ. അനു, ഇനി അടുത്ത തൃശ്ശൂർ പൂരത്തിന് ഏതാനും മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മാർച്ചിലായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ചിലോ ഏപ്രിലോ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഏതാണ്ട് 3-4 മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും കഴിഞ്ഞ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവ വികാസങ്ങളും അതിൻ്റെ അന്വേഷണങ്ങളും ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം. നമുക്കറിയാം, ഈ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പോലീസിന്റെ അധികമായിട്ടുള്ള ഒരു ഇടപെടൽ വലിയ പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് വഴിവെച്ചത്. ഒരു ഘട്ടത്തിൽ പൂരം നിർത്തിവെക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം പോയിരുന്നു. ഇതിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ പൂരം അലങ്കോലമാക്കിയത് മനഃപൂർവ്വമാണ്, ചില ഗൂഢാലോചനകളുണ്ട് പിന്നിൽ എന്നുള്ള ഒരു വാദവുമായി കൊണ്ട് പല ആളുകളും എത്തിയിരുന്നു. തിരുവമ്പാടിയും പാറമേക്കാവും ദേവസ്വം എത്തിയിരുന്നു, ഭക്തജനങ്ങൾ എത്തിയിരുന്നു, പൂരപ്രേമികൾ എത്തിയിരുന്നു. ആ ഒരു വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അത്തരത്തിൽ അവിടുത്തെ ആ സമയത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലം മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് സർക്കാർ എത്തിയത്. പക്ഷേ വളരെ രസകരമായിട്ടുള്ള കാര്യം, ഈ സംസ്ഥാന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം, അതായത് ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പൂരത്തിന് യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല, പൂരത്തിന്റെ വെടിക്കെട്ട് അല്പസമയം വൈകുക മാത്രമാണ് ചെയ്തതെന്നുള്ളൊരു വാദവുമായി മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾക്കെതിരെ പേരെടുക്കാതെ എഫ്ഐആർ ഇട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും രണ്ട് തട്ടിലാവുന്ന ഒരു കാഴ്ച ഈ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പൂരം കലങ്ങി എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ദേവസ്വങ്ങൾ നിൽക്കുന്നത്. അതിനെ തുടർന്ന് തന്നെയാണ് അത്തരത്തിലൊരു ത്രിതല അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരുന്നു. ആ ത്രിതല അന്വേഷണ സംഘം മൊഴികളെല്ലാം രേഖപ്പെടുത്തിയിരുന്നു. തിരുവമ്പാടിയുടെ മൊഴികൾ രേഖപ്പെടുത്തി, ആ സമയത്തുണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകരെ എല്ലാം മൊഴികൾ രേഖപ്പെടുത്തി. പക്ഷേ ഈ മൊഴികളെല്ലാം പോലീസിന് പ്രതികൂലമായിട്ടുള്ള ഒരു മൊഴികളായിരുന്നു. എങ്കിലും ഈ അന്വേഷണം വേണ്ട വിധത്തിൽ പുരോഗമിക്കുന്നില്ല. ആരാണ് ഇതിന്റെ യഥാർത്ഥ കുറ്റക്കാരൻ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇപ്പോഴും പൂർണ്ണമായും ഉത്തരം നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് പരാതിയുമായി കേന്ദ്രത്തെ ആളുകൾ സമീപിക്കുന്നത്. CBI അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് കേന്ദ്രത്തിന് മുൻപാകെ വന്നത്. ഇത് സാധാരണക്കാർ മാത്രമല്ല, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, അതായത് ഈ പൂരം കലക്കലിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരത്തെ നിവേദനം നൽകിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പൊതുവേദിയിൽ ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. അതായത് ആരാണ് പൂരം കലക്കിയതെന്ന് പുറത്തു വരണമെങ്കിൽ CBI വരണം എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയും ആവശ്യപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് നിലപാട് ആരാഞ്ഞിട്ടുണ്ട്. അതായത് ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള ഒരു നിലപാട് ആരാഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സംസ്ഥാന സർക്കാരിനോട് മറുപടി നൽകാനാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര നിയമ മന്ത്രാലയമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും ആഗ്രഹം പോലെ ഒരു പക്ഷേ CBIയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായേക്കാം. യഥാർത്ഥ പ്രതികൾ ആരാണ് പൂരം കലക്കുന്നതിന്റെ പിന്നിലുണ്ടായിട്ടുള്ളത്, ആരാണ് ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്, ആരാണ് കുളം കലക്കിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ CBI അന്വേഷണത്തിലൂടെ പുറത്തു വരും എന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെ പ്രതീക്ഷ. എന്നാലും ഈ വിഷയത്തിൽ ഒടുവിൽ ഇപ്പോൾ കേന്ദ്രം ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. അനു, ശരി.